കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നോട്ട്പാഡ് ഉപയോഗിച്ചാണ് ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് അത് കമ്പൈൽ ചെയ്യുകയും അതിനുശേഷം നമ്മൾ റൺ ചെയ്യുകയും ചെയ്തു. സോ നമുക്ക് ഇതുപോലെ വലിയ പ്രോഗ്രാമുകൾ നോട്ട്പാഡ് ഉപയോഗിച്ച് ചെയ്യുക എന്നത് നമുക്ക് പ്രായോഗികമായ കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു IDE ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. IDE എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് IDE എന്ന് പറയുന്നത്. ഒരു IDEയിൽ നമുക്ക് കോഡ് എഡിറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാൻ കഴിയും. എല്ലാം നമുക്ക് ഒരു പ്രോഗ്രാമിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയും. സോ നമ്മളൊരു പ്രൊഫഷണലായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു IDE ആണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് IDEകൾ ലഭ്യമാണ്. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻ്റലിജ് ഐഡിയ എന്ന് പറയുന്ന ഒരു IDE ആണ്. സോ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇൻ്റലിജ് ഐഡിയ എന്ന് എൻ്റർ ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓപ്പൺ ആയി വരുന്ന ഈ jetbrains.com എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പേജ് ഓപ്പണായി വന്ന അതുപോലെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. മാക് ആണോ ലിനക്സ് ആണോ അതോ വിൻഡോസ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി വിൻഡോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിൻഡോസ് പേജാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. സോ ഇതിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് വേർഷൻ ആണ്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ വേർഷൻ മതി. സോ ഇതിൽ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ശേഷം അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫ്രീ ആയി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോയതിന് ശേഷം ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആ ലൊക്കേഷൻ ചോദിക്കും. സോ നമുക്ക് കാര്യമായി ചേഞ്ച് ചെയ്യേണ്ടതില്ല, ഡീഫാൾട്ട് ലൊക്കേഷനിൽ തന്നെ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വിൻഡോ ലഭിക്കും. റൺ എന്ന് പറയുന്ന ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഫിനിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രൈവസി പോളിസി ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. നമുക്കത് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പണായി വരികയാണ്. നമ്മളോട് ഏത് തീമാണ് വേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് ലൈറ്റ് തീം സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഡാർക്ക് തീം സെലക്ട് ചെയ്യാം. സോ എനിക്കിഷ്ടം ഡാർക്ക് തീം ആയതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് സെലക്ട് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ഇതൊന്നും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശേഷം നമ്മൾ സ്റ്റാർട്ട് യൂസിങ് ഇൻ്റലിജ് ഐഡിയ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ ഓപ്പൺ ചെയ്യുന്നതിന്. ഒരിക്കൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇൻ്റലിജ് ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ചെയ്യാം, അതുപോലെ കോട്ട്ലിൻ പ്രോഗ്രാമിംഗ് ചെയ്യാം. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിനുള്ള ഡീഫാൾട്ട് ലാംഗ്വേജ് ആണ് കോട്ട്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് പ്രോഗ്രാംസും ഇത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ ലഭിക്കും. ഇതിൽ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ഓർ ഇമ്പോർട്ട് എന്നുണ്ടായിരിക്കും. സോ നമ്മൾ ആദ്യമായി ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത ജാവ പ്രൊജക്റ്റ് നമ്മൾ ഈ IDE ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാൻ ന്യൂ പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഓപ്പണായി വരുന്ന വിൻഡോയിൽ നമ്മളിവിടെ ഈ ജാവ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രൊജക്റ്റ് SDK എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ജാവ JDK വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത JDK വേർഷൻ 14 നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ കാണുന്നില്ലെങ്കിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ഫ്രം ടെംപ്ലേറ്റ് എന്ന് ചോദിക്കും. അതിൽ ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ കമാൻഡ് ലൈൻ ആപ്പ് എന്ന് പറയുന്ന ഇത് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പ്രൊജക്റ്റ് നെയിം ചോദിക്കും. ഞാനിവിടെ ലേൺ ജാവ എന്ന് കൊടുക്കുന്നു. ശേഷം എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, പ്രൊജക്റ്റ് ലൊക്കേഷൻ. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കോഡിങ്ങിൽ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ജാവ ട്യൂട്ടോറിയൽ. സോ ജാവ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഫോൾഡറാണ്. കോഡിങ്ങിൽ ജാവ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഫോൾഡറിലാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നത്. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിന് താഴെ നമുക്ക് ബേസ് പാക്കേജ് എന്ന് കാണാം. സോ നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളും എല്ലാം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ക്ലാസ്സുകളെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ഒരു ഫോൾഡറിനെയാണ് നമ്മൾ ഈ പാക്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് സാധാരണ എഴുതുന്നത് നമ്മൾ റിവേഴ്സ് ഡൊമൈൻ ആയിട്ടാണ്. ഉദാഹരണമായി നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ഉദാഹരണമായി google.com എന്നാണ്. സോ അത് റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ com.google എന്നാണ് നമ്മൾ എഴുതുന്നത്.
സോ ഇത്തരത്തിൽ റിവേഴ്സ് ഡൊമൈൻ ആയിട്ടാണ് നമ്മളിത് സാധാരണ എഴുതുന്നത്. സോ നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. വെബ്സൈറ്റ് വേണമെന്നുള്ള നിർബന്ധം ഒന്നുമില്ല. സോ ഞാനിവിടെ com.example എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ ഫിനിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രൊജക്റ്റും അതിനോടനുബന്ധിച്ച ഫയലുകളെല്ലാം ഈ IDE നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഒരു main.java എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയി വരും. സോ നിങ്ങൾക്കിവിടെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ പാനലിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൊജക്റ്റ് പാനലാണ്. ഈ പ്രൊജക്റ്റ് പാനലിൽ നമ്മൾ സേവ് ചെയ്ത ജാവ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് SRC എന്ന് പറയുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ com.example എന്ന് എഴുതിയ നമ്മുടെ പാക്കേജ് കാണാം. ആ പാക്കേജിനുള്ളിൽ മെയിൻ എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. ഈ മെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ജാവ ഫയൽ. സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടാം. സോ ഫോണ്ട് സൈസ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ ഫയൽ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റർ എന്ന് പറയുന്ന ഭാഗം കാണാം. എഡിറ്ററിൽ വന്നതിന് ശേഷം ജനറൽ എന്ന് പറയുന്ന ഭാഗത്ത് വരിക. ജനറലിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഫോണ്ട് എന്ന് പറയുന്ന ഭാഗം കാണാം. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫോണ്ട് സൈസ് ഒരു 20 കൊടുക്കാം ഏകദേശം. സോ നിങ്ങൾക്ക് വളരെ നന്നായി കാണാൻ കഴിയും. ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് നമ്മുടെ കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. സോ നമ്മുടെ ആദ്യത്തെ പാക്കേജ് നെയിമാണ് ആദ്യം ഉണ്ടായിരിക്കുക. പാക്കേജ് com.example സെമിക്കോളൻ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, നമ്മൾ നോട്ട് പാഡിൽ ചെയ്ത പോലെ നമ്മുടെ മെയിൻ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ പേര് മെയിൻ എന്നാണ്. അതുപോലെ നമ്മുടെ ഫയലിൻ്റെ പേര് main.java, അത് രണ്ടും സെയിം ആയിരിക്കണം. പിന്നെ നമ്മുടെ മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മെത്തേഡ്, അതിനുശേഷം ആർഗ്യുമെൻറ്റ്സ്, ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് യുവർ കോഡ് ഹിയർ എന്ന് എഴുതിയത്. സോ നമുക്ക് ഇവിടെ കോഡ് എഴുതേണ്ടത് ഈ ഭാഗത്താണ്. സോ നമ്മൾ ആദ്യമായി നമ്മൾ നേരത്തെ പഠിച്ച അതേ കോഡ് തന്നെ എഴുതുന്നു. system.out.println എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയും അതുപോലെ സെമിക്കോളൻ എല്ലാം നമ്മുടെ IDE സ്വന്തമായി തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മളിവിടെ ഡബിൾ കോട്ട് ഓപ്പൺ ചെയ്ത ശേഷം അതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ നോട്ട് പാഡിൽ ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ്. സോ നമ്മൾ ചെയ്ത ശേഷം നമ്മളിവിടെ മുകളിൽ ഇത് റൺ ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെ ഒരു സംഭവം കാണാം. റൺ മെയിൻ എന്ന് പറയുന്ന ഭാഗം. ഇതിൽ നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഷിഫ്റ്റ് F10 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് റൺ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ബിൽഡാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബിൽഡായി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവിടെ ഈ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്കിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ മെസ്സേജ്, നമ്മൾ പ്രിൻറ്റ് ചെയ്ത മെസ്സേജ് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ അതിന് താഴെ മറ്റൊരു മെസ്സേജ് കൂടി പ്രിൻറ്റ് ചെയ്യുന്നു. system.out.println. നമ്മളിവിടെ വെൽക്കം ടു ജാവ ട്യൂട്ടോറിയൽ എന്ന് എഴുതുന്നു. സോ നമുക്ക് ഇതൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് 2 മെസ്സേജ് വരേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഹലോ വേൾഡ് അതുപോലെ വെൽക്കം ടു ജാവ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന 2 മെസ്സേജ് വന്നു. സോ ഇതാണ് നമ്മുടെ IDE ഉപയോഗിച്ചുള്ള ഫസ്റ്റ് പ്രോഗ്രാം.